വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ നിലപാടെടുക്കാത്തതിൽ CPIM-ൽ അതൃപ്തി. പാർട്ടിയുടെ പ്രതികരണം വൈകിയതിലും മുഖ്യമന്ത്രിയും നേതൃത്വവും പ്രതികരിക്കാത്തതിലും നേതാക്കൾക്ക് എതിർപ്പുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് മാത്രമാണ് വെള്ളാപ്പള്ളിയെ വിമർശിച്ച് രംഗത്ത് വന്ന ഏക നേതാവ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരും. അതിനു മുൻപ് ഇന്നലെ മന്ത്രിമാരായ VN വാസവൻ, PA മുഹമ്മദ് റിയാസ് എന്നിവരുടെയും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെയും വാക്കുകൾ കേൾക്കാം. 56 വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് 30 വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ്. അല്ല നോക്കാം, ഞാനത് മൊത്തത്തിൽ നോക്കട്ടെ. മൊത്തത്തിൽ എന്തായാലും പൊതുവെ നാടാകെ ഒന്നിച്ചു നിൽക്കണം. മതസാഹോദര്യവും ജനങ്ങളുടെ ഐക്യവും പരമപ്രധാനമാണ്. അതാണ് സർക്കാരിന്റെ ലക്ഷ്യവും. മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഉദാര സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു വിമർശനം. അല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനം എന്താണെന്നൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനല്ല ആര് തന്നെ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി പ്രസ്താവന നടത്തിയാലും അതിന് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കേരളം അങ്ങേയറ്റം മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവന ആരുടെ ഭാഗത്തും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ആ പ്രസ്താവനയെ DYFI അംഗീകരിക്കുന്നില്ല. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടൊരു പ്രസ്താവനയാണ്. അതേത് സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. R. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത് ഒരു തവണയൊന്നുമല്ല, തുടർച്ചയായി അദ്ദേഹം ഇത്തരത്തിലേക്ക് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടും അദ്ദേഹം താൻ ഇതൊക്കെ തുടരും, കേസെടുക്കൂ എന്ന് വെല്ലുവിളിക്കുകയാണ്. പക്ഷെ അപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയുന്നില്ല. SNDP മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിൽ വലിയ എതിർപ്പുണ്ട് CPIM-ൽ തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, മിനിഞ്ഞാന്ന് കോട്ടയത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രൂക്ഷമായ ചില പ്രതികരണങ്ങൾ നടത്തിയത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഈ വിദ്വേഷ പരാമർശം പുറത്തു വന്ന ഏതാണ്ട് 24 മണിക്കൂറിന് ശേഷമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. മാത്രമല്ല, ഈ പ്രസ്താവനയിൽ അഞ്ച് സൂചിപ്പിച്ച പോലെ വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, SNDP യോഗം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്നൊരു ആഹ്വാനം മാത്രമാണ് നടത്തിയത്. ഈ പ്രസ്താവനയെ പൂർണ്ണമായി തള്ളിപ്പറയാനോ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പറയാനോ പാർട്ടി നേതൃത്വം തയ്യാറാകാത്തതിൽ വലിയ അതൃപ്തിയാണ് CPIM-ന്റെ നേതൃനിരയിൽ ഉള്ളത്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രതികരണമല്ല സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന വിമർശനമാണ് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കൊഴുക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതുവരെ ഈ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാർട്ടി സെക്രട്ടറിൻ്റെതായി ഒരു പ്രസ്താവന മാത്രമാണ് പുറത്തു വന്നത്. അതിലാകട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളാപ്പള്ളിയുടെ പേര് പറയുന്നുമില്ല. ഈ കാര്യത്തിൽ രണ്ടുപേർ മാത്രമാണ് CPIM-ൽ നിന്ന് പ്രതികരണം നടത്തിയത്. അതിലൊന്ന് M. സ്വരാജാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി അംഗമായ M. സ്വരാജ് കൃത്യമായ നിലപാട് പറഞ്ഞു. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPIM സംസ്ഥാന സമിതി അംഗവുമായ സിനോജും ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു. ഇതല്ലാതെ മറ്റ് നേതാക്കളെല്ലാം വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തോട് മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയോ ചെയ്യുകയാണ് ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറി അംഗമായ VN വാസവൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നത് നമ്മളിപ്പോൾ കേട്ടു. മാത്രമല്ല, സാധാരണ എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന PA മുഹമ്മദ് റിയാസ് പോലും പരിശോധിച്ചിട്ട് പറയാമെന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇതിലാണ് CPIM-നകത്ത് വലിയ തോതിൽ അതൃപ്തി പുകയുന്നത്. വെള്ളാപ്പള്ളിയോടൊരു മൃദു സമീപനം കാണിക്കുന്നു. അത് RSS പോലും പറയാത്ത പ്രതികരണങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയോട് എന്തിനാണ് ഈ മൃദു സമീപനം എന്ന ചോദ്യമാണ് CPIM-ലെ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നത്. അതാണ് CPIM-ൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാത്തത് എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് CPIM-ൽ ഒരു വിഭാഗം എന്നുള്ളതാണ് R. ശ്രീജിത്ത് നൽകിയ വിവരം.